ബിഗ് മില്യൺ സെയിൽ അത് നടക്കാനായിട്ട് പോവുകയാണ്. 27-ാം തീയതി മുതൽ ബിഗ് മില്യൺ സെയിൽ അടിപൊളിയായിട്ട് നടക്കുകയാണ്. 3-4 കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളവരെയാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്, ഓൺലൈനിലൂടെ ഷോപ്പ് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. നമുക്കൊക്കെ സംഭവിക്കാൻ പോകുന്ന 3-4 കാര്യങ്ങളെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു മാത്രം. ഒന്നാമത്തെ കാര്യം, നമ്മൾ മേടിക്കാനായിട്ട് പോകുന്ന എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫോൺ ആയിരിക്കാം, ക്യാമറ ആയിരിക്കാം, കീബോർഡ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മേടിക്കാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ബിഗ് മില്യൺ സെയിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഓൾറെഡി നമ്മുടെ കാറ്റലേജിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ആഡ് ഇട്ടിട്ടില്ലാത്തവർ ഒന്ന് ആഡ് ചെയ്തിടുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ച്വൽ പ്രൈസും പിന്നെ ഈ ബിഗ് മില്യൺ സെയിൽ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് 2-3 ദിവസം കൊണ്ട് നമ്മുടെ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആഡ് കാറ്റഗറിയിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനം ഒന്ന് മാറ്റിയിട്ടേക്കുക. 2, നമ്മളൊരു സാധനം സൂപ്പർ മാർക്കറ്റിൽ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ അതും ഇതും ഒക്കെ ചിലപ്പോൾ മേടിക്കാൻ സാധ്യതയുണ്ട്. അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കാണുന്നതൊക്കെ ചിലപ്പോൾ മേടിച്ചിടും. ചില ആൾക്കാർ കറക്റ്റ് വേണ്ടിയ സാധനം മാത്രമേ മേടിക്കത്തുള്ളൂ. ദാറ്റ്സ് ഓൾ. അതാണ് നമ്മുടെ എയിം. നമ്മളിപ്പം ഒരു ഫോണാണ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ക്യാമറയാണ് മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാമറയ്ക്കുള്ള പൈസയും കൊണ്ട് നമ്മൾ ചിലപ്പം 3-4 ചിലപ്പം ഫോണും മേടിച്ചു, ക്യാമറയും മേടിച്ചു, അങ്ങനെയൊക്കെ ചിലപ്പോൾ മേടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് മേടിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഏത് പ്രോഡക്റ്റാണോ, എന്ത് സാധനമാണോ നമ്മൾ മേടിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്, ആ സാധനം മാത്രം മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാക്കിയുള്ള കുറേ സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ അങ്ങ് പോകും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എന്താണോ അത് മേടിക്കാനുള്ള കാര്യം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ഗാഡ്ജറ്റ്സുകളും ആവശ്യമില്ലാതെ ഇതൊക്കെ മേടിക്കുന്ന കാര്യം ഒന്ന് ഒഴിവാക്കിയേക്കുക. കാരണം എല്ലാത്തിനും ഓഫർ ഉണ്ടാവുകയെ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. നോക്കാം നമുക്ക്. അടുത്തത്, 3-ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്കിന് പല സ്ഥലങ്ങളിലും ഇതിൻ്റെ പ്രൈസുകൾ പല രീതിയിൽ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം സാധനം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കുമ്പോൾ ഭയങ്കര വിലക്കുറവ് കാണാൻ സാധ്യതയുണ്ട്. ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം മേടിച്ചാൽ ആമസോണിലും കുറവ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും ബിഗ് മില്യൺ സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെയും നിങ്ങൾ രണ്ടിലും കൂടെ ഒന്ന് കമ്പയർ ചെയ്തേക്കുക. ഈ രണ്ടിലും കമ്പയർ ചെയ്തിട്ട് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്, ഇതിൻ്റെ ഏറ്റവും കുറഞ്ഞ പ്രൈസ് എവിടെയാണെന്ന് നോക്കിയതിന് ശേഷം അതെടുക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തുള്ള ഷോപ്സിലാണ്, അവിടെയും കൂടെ ഒന്ന് വിളിച്ച് ചോദിച്ചേക്കുക, ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് ചേട്ടാ ഈ സാധനത്തിന്, ഈ മോഡലിന് ഈ സാധനത്തിന് എത്ര രൂപ ഇപ്പം റേറ്റ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. 4-ാമത്തെ കാര്യം ഇതാണ്, ചെറപറ ബാങ്കുകാരിപ്പം ക്രെഡിറ്റ് കാർഡ് തരാനായിട്ട് അങ്ങനെ വിളിച്ചു വരുത്തി തരാണ്. നമുക്ക് ഇഷ്ടം പോലെ ക്രെഡിറ്റ് കാർഡ് തരും. ഏത് കമ്പനിയുടെ വേണം, ഏത് ബാങ്കിന് വേണം, ആ ക്രെഡിറ്റ് കാർഡൊക്കെ നമുക്ക് വീട്ടിൽ ഫ്രീ ആയിട്ട് കൊണ്ടുതരും. എടുക്കരുത്. ഒന്നാമത്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവത്തിനകത്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് മാസം അടയ്ക്കാൻ പറ്റുമെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് എടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ വൻ ചതിയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ അത് നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റും എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു 45,000 രൂപയുടെ സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നമുക്ക് ആ 45,000 രൂപ ഇടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പർച്ചേസ് ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ ഒരു 8ൻ്റെ പണി തരാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 കാര്യങ്ങൾ നോക്കുക. പർച്ചേസ് ചെയ്യുക, നന്നായിട്ട് ഷോപ്പ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഈ ബിഗ് മില്യൺ സെയിൽ നമുക്കൊക്കെ പ്രൈസ് കുറവ് കിട്ടാനായിട്ടുള്ള സംഭവമാണ്. നമ്മളൊക്കെ ആലോചിച്ചിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അത് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഹാപ്പി ടു ഷോപ്പിംഗ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക.